വയനാട്ടിൽ കാട്ടാനാക്രമണത്തിൽ ഒരാൾക്ക് ഗുരുതര പരിക്ക്. പാലക്കാട് സ്വദേശി സതീഷിനാണ് പരിക്കേറ്റത്. സതീഷിനെ വയനാട് മെഡിക്കൽ കോളേജിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. സംഭവത്തിൽ വനംവകുപ്പിനോട് അടിയന്തര നടപടി ആവശ്യപ്പെട്ടു എന്ന് IC ബാലകൃഷ്ണൻ MLA പറഞ്ഞു. പാലക്കാട് സ്വദേശിയായ സതീശൻ ചേകാടി എലിഫന്റ് വാലി റിസോർട്ടിലെ തൊഴിലാളിയായിരുന്നു. അദ്ദേഹത്തെ ഇന്ന് ആന ആക്രമിച്ച് ഗുരുതരമായ പരിക്കോടുകൂടി ഇപ്പം മാനന്തവാടി മെഡിക്കൽ കോളേജിൽ എത്തിച്ചിരിക്കുക. ഡോക്ടറുമായി സംസാരിച്ചു. കുറച്ച് ക്രിട്ടിക്കലാണ്. ഇവിടുത്തെ പ്രാഥമികമായ മൈനർ സർജറി നടത്തി അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിലേക്ക് കോഴിക്കോടേക്ക് റെഫർ ചെയ്യും എന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. ഈ വിവരം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരെയും അറിയിച്ചിട്ടുണ്ട്. ഈ കാര്യം വനംവകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽ തന്നെ വിളിച്ച് ഈ ഗൗരവപ്പെടുത്തുമെന്നുകൂടി അറിയിക്കുകയാണ്. രാഹുൽ സുരേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന്. രാഹുൽ, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതലായി ലഭ്യമാകുന്ന വിവരങ്ങൾ? നാട്ടുകാർ പറയുന്നത് എന്താണ്? ഈ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ള സതീഷിൻ്റെ ആരോഗ്യനില സംബന്ധിച്ചുള്ള പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് രാഹുൽ? റീജിത്ത്, പുൽപ്പള്ളി ചേകാടിയിൽ ഉച്ചയ്ക്ക് 2:30 സംഭവം. പാലക്കാട് സ്വദേശിയായിട്ടുള്ള സതീഷിനാണ് ഈ കാട്ടാനയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റത്. സതീഷ് ഉൾപ്പെടുന്ന 4 പേരടങ്ങുന്ന സംഘം ഈ പ്രദേശത്ത് മരപ്പണിക്ക് വേണ്ടിയാണ് എത്തിയത്. ഇന്ന് ഞായറാഴ്ച ദിവസമായതിനാൽ ജോലി ഇല്ലായിരുന്നു. അതുകൊണ്ട് സാധനങ്ങൾ വാങ്ങാൻ പുറത്തേക്ക് പോകുമ്പോഴാണ് കാട്ടാനയുടെ മുന്നിൽ അകപ്പെടുന്നത്. സതീഷിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന മറ്റ് 3 പേരും ഓടി രക്ഷപ്പെട്ടു. പക്ഷേ സതീഷിൻ്റെ കാലിൽ കമ്പി ഇട്ടിരിക്കുന്നതിനാൽ ഓടി രക്ഷപ്പെടാൻ സാധിച്ചില്ല. ഒപ്പമുള്ള ആളുകളുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അവർ പറയുന്നതനുസരിച്ച് കാട്ടാന പാഞ്ഞെടുക്കുകയും സതീഷിനെ കുത്തി വീഴ്ത്തുകയുമായിരുന്നു. തുടർന്ന് കാട്ടാന പോയ ശേഷമാണ് ഇവർ ഇവിടെ നിന്നും ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. ഈ പ്രദേശത്ത് റേഞ്ച് ഇല്ലാത്തൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായി 1.5 മണിക്കൂറിന് ശേഷമാണ് സതീഷിനെ മാനന്തവാടിയിലെ ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ആരോഗ്യനില അതീവ ഗുരുതരമാകാൻ കാരണമാകുകയും ചെയ്തിട്ടുണ്ട്. മാനന്തവാടിയിലെ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം സതീഷിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. വയറിനാണ് ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ളത്. കൂടെയുള്ള ആളുകൾ പറയുന്ന അനുസരിച്ച് ഈ കൊമ്പ് വയറിലൂടെ കയറി പുറത്തു വന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതീവ ഗുരുതരമായ ഒരു സാഹചര്യമുണ്ട്. IC ബാലകൃഷ്ണൻ MLA ആശുപത്രിയിൽ എത്തിയിരുന്നു. ആശുപത്രി അധികൃതരുമായി സംസാരിക്കുകയും വനം വകുപ്പിനോട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട അടിയന്തര നടപടി സ്വീകരിക്കാനും പറഞ്ഞിട്ടുണ്ട്. ഈ പ്രദേശത്ത് വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ ഇന്ന് പ്രാഥമികമായ പരിശോധന നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ പ്രദേശത്ത് കാട്ടാന ഇപ്പോഴില്ല എന്നൊരു സ്ഥിരീകരണമാണ് വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഇനി കോഴിക്കോടെത്തി കൂടുതൽ ചികിത്സ നൽകിയാൽ മാത്രമാണ് സതീഷിന്റെ ആരോഗ്യനിലയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ. പാലക്കാട് സ്വദേശി സതീഷിന്റെ പരിക്ക് അല്പം ഗുരുതരമാണ് എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഈ കാട്ടാനാക്രമണത്തിന് ശേഷം ഏതാണ്ട് 1.5 മണിക്കൂറോളം ഈ സതീഷിന് പരിക്കേറ്റ് കിടക്കേണ്ടി വന്നു. അതിനുശേഷമാണ് സതീഷിനെ ആശുപത്രിയിലേക്ക് മാറ്റാൻ കഴിഞ്ഞത് എന്നുള്ളത് വലിയ ഞെട്ടലുണ്ടാക്കുന്ന സംഭവമാണ്. അവിടെയും ഈ സമാനമായ പ്രശ്നമാണ്. നിരന്തരം ഈ വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവിടെയുള്ള പ്രദേശവാസികൾ പരാതി പറയുന്നു. പക്ഷേ യാതൊരു തരത്തിലുള്ള പരിഹാരവുമില്ലാതെ, ഒരു ശാശ്വത പരിഹാരമില്ലാതെ ആ വിഷയം ഇങ്ങനെ നീണ്ടു പോകുന്നു. ഓരോരുത്തർക്ക് അപകടം പറ്റുന്നു, അത് വാർത്തയാവുന്നു. ആ ഘട്ടത്തിൽ ചില ഇടപെടലുകൾ വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നു എന്നതിനപ്പുറത്തേക്ക് ആ വിഷയത്തിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാവുന്നില്ല എന്നുള്ളതും വേദനാജനകമായ കാര്യമാണ്.